പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ നേനാമല ചന്തയിൽ വന്നിരിക്കുകയാണ്. പോത്തുംകുട്ടികളൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1:30 മണി ഇപ്പോൾ ചന്തയിലെത്തി. രാത്രി 1:30 മണിക്ക് എത്തിയിരിക്കുകയാണ്. വലിയ മാടുകളെല്ലാം വന്ന് തുടങ്ങിയിട്ടില്ല. വണ്ടികളെല്ലാം വന്നതേ ഉള്ളൂ. ഇനിയേ ലോഡ് ഇറക്കുള്ളൂ. അവർ പോത്തുംകുട്ടികളെല്ലാം ലാട്ട് കെട്ടുന്നുണ്ട്. മേനുവില 18 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് ഈ ഭാഗത്ത് അവർ ലാട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ചെറിയ കുട്ടികളാണ് കൂടുതലും വന്നിരിക്കുന്നത്. മീഡിയം സൈസ് കുട്ടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതെല്ലാം ചെറിയ കുട്ടികളാണ്. മേനുവില 18 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 18,000 രൂപ മേനുവില ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. നമ്മളിതിലൊരു 5 കുട്ടിയെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളെ നോക്കി ഒരു 5-6 കുട്ടികളെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 18,000 രൂപ മേനുവില ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ്. ചെറിയ കുട്ടികളാണ് ഈ ആഴ്ച എല്ലാം വന്നത്. മീഡിയം സൈസ് കുട്ടികളൊന്നും വന്നിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 2 മണി മുതലാണ് മാർക്കറ്റ് തുടങ്ങുന്നത്. പോത്തുംകുട്ടികളുടെ കച്ചവടം തിങ്കളാഴ്ച രാത്രി ഒരു 11 മണിയോടുകൂടി തുടങ്ങും. 11-12 മണിയോടുകൂടി പോത്തുംകുട്ടികളുടെ കച്ചവടം തുടങ്ങും. തമിഴ്നാട് സേലം ആണ്. അത്യാവശ്യം നല്ല കുട്ടികളൊക്കെ ഈ ഇതിൽ നിൽപ്പുണ്ട്. നല്ല കുട്ടികൾ, വൃത്തിയുള്ള കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. ലാട്ട് കെട്ടുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മാന്യമായിട്ടുള്ള വിലയ്ക്ക് എടുക്കാൻ പറ്റും. ലാട്ട് കെട്ടിക്കഴിഞ്ഞാൽ അവർ എല്ലാ കുട്ടികളും കൂടെ മിക്സഡായിട്ടാണ് അവർ കെട്ടുന്നത്. നല്ലതും കൊമ്പ് ചാടിയതെല്ലാം കൂടെയൊക്കെ മിക്സഡായിട്ടാണ് അവർ കെട്ടുന്നത്. ഈ ഭാഗത്തും കുറച്ച് കുട്ടികൾ കിടപ്പുണ്ട്. ഇത് 14 രൂപ മേനുവില ചോദിക്കുന്ന കുട്ടികളാണ്. ചെറിയ കുട്ടികളാണ്. 14,000 രൂപ മേനുവില ചോദിക്കുന്ന കുട്ടികളാണ് ഈ ഭാഗത്തും കിടക്കുന്നത്. നമ്മളിനി ഈ ഒരാഴ്ചയുടെ ഇന്ന് ചന്തയിൽ വരുള്ളൂ. ഇനി അടുത്ത 1-2 ആഴ്ച നമ്മൾ വരില്ല. ഓണം കഴിഞ്ഞ് ഇനി ചന്തയിൽ വരുള്ളൂ. ചെറിയ ഒരു എരുമക്കുട്ടി അവരവിടെ നോക്കുന്നുണ്ട്. ഒരാൾ വില ചോദിച്ചിരിക്കുകയാണ്. എരുമക്കുട്ടിയുണ്ട്, ചെറിയ എരുമക്കുട്ടികൾ, വളർത്തുകാർക്ക് പറ്റിയ നല്ല എരുമക്കുട്ടികളുണ്ട്. എന്തായാലും കുറച്ച് കഴിയട്ടെ. അങ്ങനെ നമ്മളൊരു 6 പോത്തുംകുട്ടികളെ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തായിരുന്നു. 6 പോത്തുംകുട്ടികളെ എടുത്തിട്ടുണ്ട്. കോഴിക്കോടേക്കാണ് നമ്മുടെ സുഹൃത്തിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ അവർ 18 രൂപ മേനുവിലാണ് ചോദിച്ചത്. നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു ചെറിയൊരു ഇതിനെ എടുത്തിരിക്കുകയാണ്. കാരണം മേടിച്ച വില പറയാൻ പറ്റില്ല നമുക്ക്. അവർ കച്ചവടത്തിനായതുകൊണ്ട് മേടിച്ച വില പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിക്കാരെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചന്തയിലൊന്ന് കറങ്ങി നോക്കാം. നമുക്ക് 6 പോത്തുംകുട്ടികളാണ് ഈ ആഴ്ച എടുത്തിരിക്കുന്നത്. ബാക്കി 2 ടീം വന്നിട്ട് എടുത്തിട്ടില്ല. ഇനിയും കുറച്ച് പോത്തുംകുട്ടികൾ ഇവിടെ ചന്തയിൽ ബാലൻസ് നിൽപ്പുണ്ട് കച്ചവടത്തിനായിട്ട്. ഇന്നങ്ങനെ കുട്ടികളെ എടുക്കാൻ അങ്ങനെ ആരും വന്നില്ല. വന്നവർക്കെല്ലാം ഇച്ചിരി മീഡിയം സൈസ് കുട്ടികൾ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇന്നിവിടെ നിൽപ്പായി. നല്ല കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ നിൽപ്പുണ്ട്. പക്ഷേ ചെറിയ കുട്ടികളാണെന്നേ ഉള്ളൂ. ഒരു 10 രൂപ, 12, 13 ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന കുട്ടികൾ ആണ് ഇന്നിപ്പോൾ നിൽക്കുന്നതല്ല. ജോഡിയായിട്ട് മൊത്തത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 10 രൂപ, 11 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും. 1-2 എടുക്കുമ്പോൾ ഒരു 13 രൂപ ആ റേഞ്ചിലൊക്കെ, 13, 13.5 റേഞ്ചിലൊക്കെ കൊടുക്കേണ്ടി വരും. 10 കുട്ടികളൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിന് കിട്ടുമായിരുന്നു. എന്നാൽ ചന്തയിൽ കന്ന് കുറവ് തന്നെയാണ്. അവിടെയെങ്ങും വലിയ ഇതൊന്നുമില്ല. വലിയ മാടുകൾ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അവിടെ നല്ലൊരു എരുമക്കുട്ടി ഇതാ അവിടെ നിൽപ്പുണ്ട്. അതിന് 18,500 ചോദിച്ചത്. 18,500 ചോദിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു എരുമക്കുട്ടിയാണ്. അതിവിടെ ഈ തമിഴ്നാട്ടിലുള്ളവർ തന്നെ അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ 12,000 രൂപ വരെ 12,000 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. 12,500 പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നല്ല വൃത്തിയുള്ള കുട്ടി തന്നെയാണ്. നല്ല ക്രോസ് ബ്രീഡ് കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇച്ചിരി ചെമ്പൻ കുട്ടികളാണ് നിൽക്കുന്നത്. ഇതെല്ലാം എരുമക്കുട്ടികളാണ്. 15 രൂപ, 20 രൂപയൊക്കെ ചോദിക്കുന്ന എരുമക്കുട്ടികളാണ് നിൽക്കുന്നത്. വലിയ മീറ്റാവശ്യമുള്ള എരുമയൊന്നും അധികം വന്നിട്ടില്ല. ഇതെന്താവുമെന്നറിയില്ല. അവർ 12,500 പറഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി അവർ സംസാരിക്കുന്നേ ഉള്ളൂ. നോക്കാം കച്ചവടമാവില്ലെന്ന്. ലാസ്റ്റ് എല്ലാ ആഴ്ചയിലും ബാക്കി വരുന്ന കുട്ടികളാണ് നിൽക്കുന്നത്. കർണാടക കുട്ടികളാണ് എല്ലാ ആഴ്ചയിലും ബാക്കി വരും. ഈ കുട്ടികളൊന്നും അങ്ങനെ ആരും ഇവിടെ അങ്ങനെ എടുക്കത്തില്ല. ചെമ്പൻ കുട്ടികളെ ഈ ആഴ്ചയിലും ബാക്കി ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഈ കുട്ടികളൊക്കെ ഇനിയും ഒരുപാട് ഇനി വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ഒരു 10-25 കുട്ടികളോ ഇനിയും വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട്. 25ഓളം കുട്ടികൾ ഇനിയും കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട്. ഒരു 13 രൂപ നിരക്കിലൊക്കെ ഇന്ന് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ കിട്ടും. 13, 12,500 ആ റേഞ്ചിലൊക്കെ ഇന്ന് കിട്ടും. നല്ല കുട്ടികൾ, ഇത്തിരി ചെറിയ കുട്ടികളാണെന്നേ ഉള്ളൂ. നമ്മൾ എടുത്ത 6 കുട്ടികൾ ഇതാ ഇവിടെ വിശ്രമിക്കുകയാണ്. വണ്ടിക്കാരെല്ലാം ഏൽപ്പിച്ച്
ഈ ആഴ്ച കോഴിക്കോട് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന 2 സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവരെ വണ്ടിയിലാണ് നമ്മൾ കൊല്ലത്തേക്ക് മാടുകളെ വാങ്ങി കയറ്റി വിടുന്നത്. ഒരു വലിയ എരുമയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ചെറിയ പോത്തും കുട്ടികളൊക്കെ ഇന്നുണ്ടായിരുന്നു. ഒരു 10 രൂപയ്ക്കൊക്കെ ചെറിയ പോത്തും കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 7:30 മണിയായി. നമ്മൾ ഓണം കഴിഞ്ഞ ചന്തയിൽ വരുള്ളൂ. ഈ മാസം ലാസ്റ്റ് 31-ാം തീയതി അല്ലെങ്കിൽ അടുത്ത മാസം 7-ാം തീയതിയൊക്കെ ഉള്ള ചന്തയ്ക്ക് നമ്മൾ ഇനി വരത്തുള്ളൂ. നല്ല കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളെ കൂടെ വന്ന 2 പേരും ഇന്ന് കുട്ടികളെ എടുത്തിട്ടില്ല. ഒരാൾ മാത്രമേ 6 കുട്ടികളെ എടുത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. കിടിലം വീഡിയോയുമായിട്ട് വരാം. നല്ല ഒരു കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. വലിയ മാടിനൊക്കെ ഏകദേശം 300-350 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് കച്ചവടം നടക്കുന്നത്. ചിലപ്പോൾ അത് 400 പോവും ചില ദിവസങ്ങളിൽ. വലിയൊരു എരുമ, ഒരു കറവ എരുമയാണ് ഇതായി നിൽക്കുന്നത്. ചെറിയ പോത്തുംകുട്ടി അതിൻ്റെ അടുത്ത് കെട്ടിയേക്കുന്നത്. ഇനി അതിൻ്റെ കുഞ്ഞാണോ എന്നറിയില്ല. ഇതിൻ്റെ ഉടയനെ നമുക്കറിയില്ല. ഇവിടെ കൊണ്ടുവന്ന സാദിഖെന്ന് പറയുന്നത്. അവിടെയൊക്കെ കൊച്ചു പൈക്കുട്ടികളെ മുരിക്കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട്. ഒരു 4-5 കുട്ടികളെ ഇവിടെ ഒരുമിച്ച് കെട്ടിയേക്കുന്നത്. മാനുവൽ 15 രൂപയാണ് ചോദിക്കണം, 10 രൂപ വെച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അവർ വില കുറച്ചിരിക്കുകയാണ്. 10,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഓരോ കുട്ടികൾക്കും 10,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ആരും എടുക്കുന്നില്ല. 10,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരും എടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങുന്നു.